UDFിന്റെ ആളുകൾ പരിഗണിക്കുന്നില്ലെന്നും വൻ വിജയം LDFിനാണെന്നും MP രാജേഷ്. LDF സർക്കാർ കേരളത്തിൽ തുടരാതിരിക്കാൻ കാരണമുണ്ടോ എന്നും 10 വർഷത്തെ അധികാരത്തോടുള്ള ആക്രാന്തമാണ് UDF കാണിക്കുന്നതെന്നും MP രാജേഷ്. രേവന്ത് റെഡ്ഡിയെ കൊണ്ടുവന്ന സംസ്ഥാന മുഖ്യമന്ത്രിയെ തെറിവിളിപ്പിക്കുന്ന സംസ്കാര ശൂന്യതയാണ് കോൺഗ്രസ് കാണിക്കുന്നത്. അതിന് നിന്നു കൊടുക്കുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി ചെയ്തത്. ഡാഷ് മോനെ പ്രയോഗം പൊന്നുമോനെ എന്ന് വിളിച്ച് പുകഴ്ത്തുന്നതിന് പകരമാണെന്നും ആ വാക്ക് കൂട്ടിച്ചേർക്കുന്നത് UDFിന്റെ മനോവൈകൃതമാണെന്നും MP രാജേഷ് പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ ഫണ്ടിൽ പോലും അഴിമതി നടത്തിയവരുടെ കയ്യിൽ ഭരണം വന്നാൽ എന്തായിരിക്കും സ്ഥിതിയെന്നും MP രാജേഷ് കൂട്ടിച്ചേർത്തു. വൻ വിജയം നേടും. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ സീറ്റ് നേടി LDF ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരും. കാരണം UDFിനെ ഭരണമേൽപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിന്റെ ഫണ്ടിൽ പോലും അഴിമതി നടത്തിയവരുടെ കയ്യിൽ കേരള ഭരണം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? 10 വർഷം അധികാരത്തിന് പുറത്തു നിന്നതിന്റെ ആക്രാന്തം കൂടി UDFിന് ഉണ്ടാവും. ആക്രാന്തത്തോടെയുള്ള അഴിമതിയായിരിക്കും നടത്തുക എന്ന് തെളിയിക്കുന്നതാണ് വയനാട് ഈ ദുരന്തത്തിൽ പിരിച്ച ഫണ്ടിൽ അഴിമതി നടത്തിയത്. തൃത്താലയിൽ കംഫർട്ടബിൾ ആയിട്ട് ജയിക്കും. ഞാൻ തുടക്കം മുതൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കംഫർട്ടബിളായി LDF ജയിക്കും.